സമയത്താണ് എസ്കോവർ ജൂനിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോക സിനിമയുടെ ചാത്തൻ്റെയും ഒടിയൻ്റെയും രണ്ട് AI വീഡിയോ പോലുള്ളൊരു വീഡിയോ ദുൽഖർ സൽമാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ദിവസമായത് പോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ റിയാക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും സന്തോഷമായിട്ട് നല്ലൊരു മലയാള സിനിമ 30 കോടി ബഡ്ജറ്റ് എടുത്തൊരു സിനിമ ഇപ്പോൾ 200 കോടി രൂപ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു വിജയം, ഇനി മുന്നോട്ട് പോട്ടെ. ഒരു 300 കോടി അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ സിനിമ സ്ക്രീൻ സ്പേസുകൾ കൂടുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങളുണ്ട്. തമിഴ്നാട്ടിലാണ് കുറച്ച് മിക്സ്ഡ് ഇതൊക്കെ വരുന്നത്. എന്തായാലും ഒരു ഹൈപ്പും ഇല്ലാതെ വന്നൊരു സിനിമ കത്തിക്കയറുകയാണ്. ഒരു സൂപ്പർ ഹീറോ മോഡൽ സിനിമയായതുകൊണ്ട് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടു. അതിലെ വിഷ്വൽസും നമ്മളിതിവിടെ കാണാത്ത രീതിയിലുള്ളൊരു മലയാള സിനിമയാണ്. ഒരു 30 കോടി രൂപ ബഡ്ജറ്റിലൊക്കെ അങ്ങനെ ഒരു സിനിമ ഒരുക്കാന്ന് വെച്ചാൽ അതൊരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം ദുൽഖർ സൽമാൻ പോലും വിചാരിച്ചില്ല സിനിമ ഇത്രയും വിജയമാവുമെന്ന്. അതുപോലെ അതിലെ കല്യാണി പ്രദർശൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഒരു രക്ഷയില്ല. വേറെ ഈ സിനിമ കാണുമ്പോൾ നമുക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ലൊരു ഒരു മെയിൻ ലീഡ് വരുന്ന ഒരു സിനിമ ഇത്രയും വിജയം നേടുമെന്ന് ആരും വിചാരിച്ചില്ല. 200 കോടിയാണ് നേടിയിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഹീറോയിൻ ലീഡുള്ള ഒരു സിനിമയാണിത്. അപ്പം മുന്നോട്ട് ഇനിയും കുതിക്കട്ടെ. അപ്പം നമുക്ക് വീഡിയോ കാണാം. നമ്മൾ വീഡിയോയുടെ കാര്യം മറന്നുപോയി. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. 2 വീഡിയോ ഉണ്ട്. ഒന്ന് ചാത്തൻ്റെയും ഒടിയൻ്റെയും വീഡിയോ ഉണ്ട്, അതായത് ചാർലിയുടെയും മൈക്കിളിൻ്റെയും. നമുക്ക് ആദ്യം അല്ലെങ്കിൽ നമ്മൾ ടോവിന് എപ്പോഴും മാസാണ്. ടോവിനേക്ക് സത്യം പറഞ്ഞ ടോവിനെ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ, അതായത് മിന്നൽ മുരളി ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ചാത്തനായിട്ട് അഭിനയിക്കുക, അതായത് സൂപ്പർ ഹീറോ, അത് നല്ലതായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ്. അത് ഏത് സൂപ്പർ ഹീറോ വേഷം കൊടുത്താലും നല്ലപോലെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് നമ്മുടെ ടോവിനോ തോമസ്. അതായത് ചാത്തൻ എന്നുള്ള കഥാപാത്രം അതിനകത്ത് കുറച്ച് വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഉണ്ട് ടോവിനെ കാണിക്കുമ്പോൾ. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയുന്നില്ല കൂടുതൽ. അപ്പൊ നമുക്ക് രണ്ടാമത് ഒടിയന്റെ, അതായത് ദുൽഖർ സൽമാന്റെ, അതും കൂടെ ഒന്ന് കാണാം. ഒടിയൻ ദുൽഖർ സൽമാൻ വേറെ ലെവലാണ് കേട്ടോ. മലയാള സിനിമ തന്നെ ഒരു വേറെ ലെവലിൽ ദുൽഖർ സൽമാൻ ആണെങ്കിലും ആ വേഷം, ആ ദുൽഖർ സൽമാന്റെ ആ പ്രസൻസ് ഉണ്ടല്ലോ, അത് സ്ക്രീനിൽ വേറെ ലെവൽ. ആ ലാസ്റ്റ് വരുമ്പം തന്നെ ഒരു വേറെ ഒരു നമുക്ക് ഒരു രോമാഞ്ചം പോലുള്ള ഒരു ഫീലാണ് അത് തരുന്നത്. അപ്പം അടുത്ത സിനിമ ലോക ചാപ്റ്റർ 2 നമ്മുടെ ചാത്തന്റെ സിനിമയായിരിക്കും. അതിന്റെ കുറച്ച് ഉടനെ അതിന്റെ അപ്ഡേറ്റുകൾ വരും. സിനിമ ഹിറ്റ് ആയതുകൊണ്ട് ഉടനെ അതിന്റെ അപ്ഡേറ്റ് വരും. അത് കഴിഞ്ഞുള്ള സിനിമയുടെ കാര്യങ്ങൾ അവർ പറയും. അപ്പം നമുക്ക് ഇനി പുതിയ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത വട്ടം കാണുന്നവരെ ബൈ.